ഇരുൾ കട്ട പിടിച്ച രാത്രി, പൊടുന്നനെ ശക്തിപ്പെടുന്ന ഇടിയും മിന്നലും. തുറന്നിട്ട ജനാലകളിൽ കാറ്റുപിടിക്കുന്നുണ്ട്. ഉള്ളിൽ ഉറഞ്ഞ പ്രതികാരദാഹത്തെ ലാസ്യരസം കൊണ്ട് മൂടി അവൾ കടന്നു വരികയാണ്. നാടകവേദിയിലെ സിനിമാ കാഴ്ച. വെള്ളിത്തിരയിൽ തെളിഞ്ഞു മറയുന്ന ഫ്രെയിമുകൾ പോലെ മനോഹരവും വേഗതയാർന്നതുമായ രംഗസജ്ജീകരണം. മികവുറ്റ ശബ്ദ സന്നിവേശം കൂടിയാകുന്നതോടെ തികവാർന്ന ദൃശ്യവിസ്മയമാണ് ആസ്വാദകരുടെ മുന്നിലെത്തുന്നത്. അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലായിരുന്നല്ലേ? പൊളിയായിരുന്നു, ഒരു കാര്യവും പറയാൻ നല്ലതായിരുന്നു. നല്ല സൗണ്ടും നല്ല ആ സയന്റിസ്റ്റ് ആയിട്ട് ആള് വന്നിട്ട് പൊളിയായിരുന്നു. നല്ല സൂപ്പർ സംഭവമായിരുന്നു. എല്ലാരും ഇത് പോയി കാണണം, അതുപോലെ ആയിരുന്നു. ഏറെക്കാലം മുൻപ് നാടകം ആസ്വദിച്ചവർക്കും അവതരണത്തിൽ പുതുമകളേറെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ വളരെ അതിലൊക്കെ ഒത്തിരി മികച്ചതായിട്ട് തോന്നി. കലാനിലയം കൃഷ്ണൻ നായരും ജഗതി എൻ കെ ആചാര്യയും ചേർന്നൊരുക്കിയ നാടകം അരനൂറ്റാണ്ടിനിപ്പുറവും ആസ്വാദകരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ്. 51 വർഷമായിട്ട് രക്തരക്ഷസ് എന്ന് പറയുന്ന നാടകം കണ്ടിന്യൂസ് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്നത്തെ നാടകം അതേപോലെ വീണ്ടും അവതരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് അത് എങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ളതൊരു ആശങ്ക തന്നെയായിരുന്നു. അതുകൊണ്ട് വളരെയധികം പുതുമകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പ്രാവശ്യം ഞാനത് രംഗത്ത് അവതരിപ്പിച്ച് സംവിധാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏതായാലും അത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ വലിയ സിനിമകളും അങ്ങനെയുള്ള റിയാലിറ്റി ഷോകളൊക്കെ ഉള്ളൊരു കാലത്ത് ഈ നാടകം എങ്ങനെ ഏറ്റെടുക്കും, പുതിയ പുതുമകൾ എങ്ങനെ ഏറ്റെടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പുതിയ തലമുറയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേദിയിലെത്തുന്ന വിമാനവും കാറുകളും, നൃത്തരംഗത്തെ സിനിമാ സ്റ്റൈൽ സെറ്റ്, ഇടിമുഴക്കത്തോടെ പെയ്യുന്ന പേമാരിയും ആളിക്കത്തുന്ന ചിതയുമെല്ലാം ആസ്വാദകർക്ക് സിനിമയെന്ന തോന്നൽ സൃഷ്ടിക്കുന്നു. പത്തനംതിട്ട ജിയോ ഗ്രൗണ്ടിൽ പൂർണ്ണമായി ശീതീകരിച്ച സൗകര്യത്തിലാണ് നാടകാവതരണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ പറയും കൂടുതൽ വിശേഷങ്ങൾ. അഭിലാൽ, ഈ സിനിമാ തിയേറ്ററുകളൊക്കെ എത്തിയതോടെ നാടകങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു അല്ലേ? ജനപ്രീതി കുറഞ്ഞു നാടകങ്ങൾക്ക്. പക്ഷേ ഇത് നോക്കൂ, രക്തരക്ഷസ് ഒരുപാട് മാറ്റങ്ങളോടെ, അതായത് സെറ്റിങ്സിലൊക്കെ വലിയ മാറ്റങ്ങൾ, സ്റ്റേജൊക്കെ കാണാൻ അതിഗംഭീരമാണ്. അത് കാണാൻ വരുന്നത് ഇന്നത്തെ യുവതലമുറയും എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ അതൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നുകൂടി ചിന്തിച്ചു പോവുകയാണ്. ആദ്യ ദിനത്തിൽ ആദ്യ ഷോയിൽ തന്നെ ഈ നാടകം കണ്ട ആളാണ് ഞാൻ. യക്ഷി, പ്രേതം, പിശാച്, മർദ, മാടൻ എന്നൊക്കെയുള്ളത് കെട്ടുകഥകളാണ് എന്നറിയാമെങ്കിൽ പോലും ഇത്തരം കഥകൾ കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ തന്നെ നമുക്ക് താല്പര്യമുണ്ട്. നമ്മൾ വലിയൊരു വിഭാഗം അത്തരക്കാരുമാണ് താനും. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ആസ്വാദനം സമ്മാനിക്കുന്ന ഒരു നാടകമാണ്. നാടകവേദിയിലെ ഒരു സിനിമാ അനുഭവം തന്നെയായിരിക്കും രക്തരക്ഷസ് എന്നുള്ളത് നിശ്ചയമാണ്. ഈ സീൻ കാണുമ്പോൾ പലപ്പോഴും ഉള്ളിൽ നേരിയ ഭയം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ശരീരത്തിലാകെ കുളിര് കോരിയിടുന്നത് പോലെയുള്ളൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളിൽ ചിലരൊക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞെങ്കിൽ പോലും ആസ്വാദകരിൽ നല്ലൊരു ശതമാനത്തിന് സമാനമായ ഒരു ഫീൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നാടകത്തിൻ്റെ കർട്ടൻ ഉയരുമ്പോൾ തലയ്ക്ക് മീതെ കൂടി പറന്നു വരുന്ന വിമാനം പിന്നീട് സ്റ്റേജിലേക്ക് ഇറങ്ങുകയാണ്. വാഹനങ്ങൾ തുരിതരെ ചെറിപ്പാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് രംഗ അവതരണം ഈ സിനിമയല്ല നാടകത്തിലുണ്ട്. അതൊരു സിനിമയുടെ ഫീല് പലപ്പോഴും നമുക്ക് നൽകുന്നുണ്ട്. 100-ലേറെ കലാകാരന്മാർ ഒരു നാടകത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. കലാനിലയത്തിൻ്റെ ഈ നാടകം 51ാമത്തെ വർഷമാണ്. ജഗതി എൻ കെ ആചാര്യയും അതോടൊപ്പം തന്നെ കലാനിലയം കൃഷ്ണൻ നായരും ചേർന്നൊരുക്കി ഈ നാടകം കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതുതലമുറയ്ക്ക് കൂടി ആസ്വദിക്കാവുന്ന തരത്തിൽ പുതുമയോടുകൂടിയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 2 മണിക്കൂർ 45 മിനിറ്റ് എന്നുള്ളത് തീർച്ചയായും ഒരു നാടകമെന്ന നിലയിൽ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ആസ്വാദനത്തിനുള്ള വക സമ്മാനിക്കുന്നുണ്ട്.